അങ്ങനെ നമ്മുടെ യാത്ര, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് നമ്മൾ കേരളം വിടുകയാണ് സുഹൃത്തുക്കളെ, അല്ലേ? ആ, നമ്മൾ സലീഷ് മാമന്റെ റിസോർട്ടിൽ പോവുകയാണ്. അതായത് നമ്മുടെ യാത്രകള് പാലക്കാട് തൃശ്ശൂർ വഴിയാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾ എന്ത് പരിപാടി ചെയ്യുമ്പോഴും ഈ ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു ഗണപതിയാണ് നമ്മുടെ സലീഷ് ഏട്ടൻ എന്ന് പറയുന്നത്. നമ്മുടെ INB ട്രിപ്പ് സീസൺ 1 ഫസ്റ്റ് ഓഫ് കോഴ്സ് ഇവിടുന്ന് ആനക്കട്ടി വരെ അദ്ദേഹം നമ്മളോട് ഉണ്ടായിരുന്നു. പിന്നീട് പല സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ INB ട്രിപ്പ് സീസൺ 2 നമ്മള് 2 തവണ നമ്മൾ പോയപ്പോഴും നമ്മൾ ആനക്കട്ടി വഴി സലീഷ് ഏട്ടനെ കണ്ടിട്ടാണ് പോയത്. KLTUK യാത്രയിലും ആനക്കട്ടി പോയില്ലെങ്കിലും കോയമ്പത്തൂർ വെച്ച് സലീഷ് ഏട്ടനെ കണ്ട് സലീഷ് ഏട്ടന്റെ യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ യാത്ര പോയത്. അപ്പൊ അങ്ങനെ എല്ലാ യാത്രകളിലും, എന്റെ എല്ലാ സക്സസ്ഫുൾ യാത്രകളുടെയും പുറകിൽ സലീഷ് ഏട്ടന്റെ കരങ്ങളുണ്ട്, കഠിന കരങ്ങളുണ്ട്, അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിലും അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഓ, ഞാനൊരു ക്യാമറ ഓണാക്കി അവിടെ വെച്ച് കൊടുക്കട്ടെ. പാലക്കാട് വരെ നോൺ സ്റ്റോപ്പ് ബ്ലോഗിങ്. പക്ഷെ പ്രശ്നം വരുന്നത് ആർക്കാന്നറിയാം, എഡിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ പ്രസാദ് അങ്ങ് കുടുങ്ങും. പാലക്കാട് വരെ നോൺ സ്റ്റോപ്പ് ബ്ലോഗിങ് ആയിരിക്കും മിക്കവാറും അവിടെ പുറകിലിരുന്ന ഋഷി. അപ്പോ നമ്മുടെ യാത്ര, നമ്മൾ പോകുന്നു, കേരളം വിടുന്നു നമ്മുടെ സലീഷ് ഏട്ടനെ കാണാൻ. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകേണ്ട, എങ്ങനാ പോകേണ്ടതെന്നൊന്നും ഒരു തീരുമാനവും ഇല്ല. നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ഒക്കെ ആയിരിക്കും നമ്മൾ ഇനി യാത്ര ചെയ്യുക. യെസ്, നമ്മൾ കേരളത്തിൽ ഇനി കൂടുതൽ അങ്ങോട്ട്, ഞാൻ വരാം അങ്ങോട്ട്, നീ വെയിറ്റ് ചെയ്യ അവിടെ. നമ്മൾ ഫുൾ ഡേ സലീഷ് മാമന്റെ റിസോർട്ട് നിൽക്കണം കേട്ടോ. ഓക്കെ, ശരി, ആയിക്കോട്ടെ. നമ്മൾ കേരളം തമിഴ്നാട്, കർണാടക അങ്ങനെ മാറി ചെയ്യാലോ. കേരളം മാത്രം എക്സ്പ്ലോർ ചെയ്തോണ്ടിരുന്ന ആളുകൾക്ക് ബോറടിക്കും, തമിഴ്നാട് മാത്രം എക്സ്പ്ലോർ ചെയ്തോണ്ടിരുന്ന ആൾക്ക് നമുക്കും ബോറടിക്കും. സോ ഇടക്കിടക്ക് കേരള ഫുഡ്, ഇടക്കിടക്ക് തമിഴ്നാട് ഫുഡ്, അങ്ങനെ മാറി നമുക്ക് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അബി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവൻ ആക്ച്വലി നേരത്തെ 2-3 മാസം മുമ്പ് ബുക്ക് ചെയ്ത് വെച്ച ട്രിപ്പിലാണ്, യാത്രകളിലാണ്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഫുൾ ടൈം നമ്മളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഏതാനും ദിവസങ്ങൾ ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡൽഹിയിലാണ്. ഓക്കെ, ഫൈൻ. നമ്മുടെ ഋഷിയുടെ ബാക്കിലത്തെ സെറ്റപ്പ് കണ്ടോ ഗൈസ്? നിങ്ങൾ നോക്കൂ, ഋഷിയുടെ കാർ സീറ്റ്, പിന്നെ ടോയ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കുറെ ടോയ്സ് ഉണ്ട് ഋഷിക്ക് കളിക്കാൻ. എല്ലാം ഫയർ ട്രക്ക് ഉണ്ടല്ലോ, ഇല്ലേ? അയ്യോ, സാരമില്ല, നമുക്ക് വേറെ ഫയർ ട്രക്ക് റെഡി ആക്കാം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഹൈവേയിൽ തന്നെ ആറ്റ്ലക്സിന്റെ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട്. ആ കൺവെൻഷൻ സെന്ററിന്റെ ഉള്ളിൽ ഇവിടെ ഒരു പാരഗൺ കണ്ടു. പുതിയതായിട്ട് തുടങ്ങിയാണെന്ന് തോന്നുന്നു. പാരഗൺ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. എന്നാ പിന്നെ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ പാരഗണിൽ കയറി. ഹലോ ഗൈസ്, എന്താ വേണ്ട മമ്മ കഴിക്കാൻ? രാവിലെയോ? ബ്രേക്ക്ഫാസ്റ്റോ? ആ ശരി, പാരഗൺ കണ്ടിട്ടാന്ന് തോന്നുന്നു ഗീ റൈസ് വേണമെന്ന് പറയുന്നത്. നമ്മൾ അകത്ത് കയറി വന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് 10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. 10 മിനിറ്റ് അല്ല, 5 മിനിറ്റ് നമ്മൾ ഇരുന്നിട്ടുള്ളൂ. പക്ഷേ അപ്പം മുട്ടക്കറി അല്ല, പൊറോട്ടയും വെജ് കറിയും പറഞ്ഞിട്ടുണ്ട്. ദോശക്കൊതിയം വന്നിട്ട് ദോശ സാമ്പാറും കൂടെ വീണ്ടും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് അപ്പം വാങ്ങിച്ചു കൊടുത്തു, അവന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അവൻ അതിനൊക്കെ കാട്ടി ഇഷ്ടം അവന് ഇതൊക്കെ തന്നെയാ, ദോശ സാമ്പാർ. ഞാൻ പറഞ്ഞില്ലേ, 3 നേരം സാമ്പാർ കൊടുത്താൽ അവൻ കഴിക്കും. തൃശ്ശൂർ പോകുന്ന വഴിക്ക് മൊത്തം ഇപ്പം ഫ്ലൈ ഓവറിന്റെ അണ്ടർപാസുകളുടെയൊക്കെ പണി നടക്കുകയാണ്. അതായത് പണ്ട് കാലത്ത് ദീർഘവീക്ഷണമില്ലാതെ റോഡ് ഹൈവേ നിർമ്മിച്ചത് കൊണ്ട് ഫുൾ ഫ്ലൈ ഓവറിന്റെ അണ്ടർപാസിന്റെ പണി നടന്ന എല്ലായിടത്തും ബ്ലോക്ക് ആണ്. ഇപ്പൊ നമ്മളന്ന് കോയമ്പത്തൂർ വരുന്നൊക്കെ മൊത്തം ബ്ലോക്ക് ആയിരുന്നില്ലേ? ഇത് എല്ലായിടത്തും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ഫുൾ പണിയാണ്, കട്ടപ്പണിയാണ്. ഋഷി എന്ത് ചെയ്തു അവിടെ? റാബിറ്റിന്റെ പാട്ട് പാടി ഉറക്കമാണോ? നീ പാട്ട് പാടിയിട്ട് നിന്റെ അമ്മയാണ് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. ഭയങ്കര താളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ 6 വരി റോഡ് വന്നാലും 6 വരിയിലും ലോറിക്കാരുണ്ടാവും. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. എല്ലാ റോഡിലും ഇപ്പുറത്ത് ഫാസ്റ്റ് ട്രാക്കിൽ ലോറിക്കാര്, നടുക്ക് ലോറിക്കാര്, ഇപ്പുറത്താണെങ്കില് അപ്പുറത്തുണ്ട് ലോറിക്കാർ. എല്ലാ ട്രാക്കിലും ലോറിക്കാരായിരിക്കും. നമുക്ക് കേറി പോകണമെന്നുണ്ടെങ്കിൽ ഒരു പരിപാടിയും നടക്കൂല. ലോറിക്കാര് ഫാസ്റ്റ് ട്രാക്കിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ലോറിക്കാരെ കുറ്റം പറയുന്നതല്ല, നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചറിന്റെ പ്രശ്നമാണത്. എനിക്കിപ്പോ ഇത് കേറാൻ പറ്റത്തില്ല. ഞാൻ എവിടെ കേറും? എവിടെ കേറാൻ പറ്റൂല. റോഡ് മൊത്തം പണിയാ, ഫുൾ എല്ലായിടത്തും ബ്ലോക്കാണ്, എല്ലായിടത്തും പണിയാണ്. ടോൾ പിരിവിന് മാത്രം ഒരു കുറവുമില്ല. റോഡ് പണിയുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ടോൾ പിരിക്കാതിരുന്നൂടെ ഇവർക്കൊക്കെ, അല്ലേ? എന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല.
തൃശ്ശൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും റാബിറ്റിനെയും കെട്ടിപ്പിടിച്ചിരുന്ന് ഋഷി ഉറങ്ങിയിരിക്കുകയാണ്. ആരെയാണ് പാട്ടുപാടി ഇറക്കിയത്? ഋഷി റാബിറ്റിനെയാണോ പാട്ടുപാടി ഇറക്കിയത്, അതോ റാബിറ്റ് ഋഷിയാണോ പാട്ടുപാടി ഇറക്കിയത്? എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും റാബിറ്റിനെ ഉറക്കാൻ നോക്കി ഋഷി ഉറങ്ങി അവസാനം. ഇവിടെ എല്ലാം റോഡ് പണിയൊക്കെ കഴിഞ്ഞ് പുതിയ ഹൈവേ ഒക്കെ വന്നിട്ട് ഓളം പിരിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ വീണ്ടും പണിതോണ്ടിരിക്കുക കേട്ടോ. എന്ത് പരിപാടിയല്ലേ. നമ്മൾ ഈ തൃശ്ശൂരെന്ന് പാലക്കാട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു അക്വാഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിലെ പോകുമ്പോഴും ഭയങ്കര ഭംഗിയോടെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ നിർത്തി ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ഞാൻ ഇപ്പോഴാണ് നിർത്താൻ സാധിച്ചത്. കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ PG പ്രൊജക്ട് ചുവന്നമണ്ണ് അക്വാഡക്റ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹലോ റാബിറ്റ്, ഹലോ. അവന് ഇഷ്ടമാണ് ഈ സ്ഥലം. ഇവനിപ്പോ ഉറങ്ങുന്ന സമയമൊന്നും അല്ലല്ലോ. ഹായ്. റാബിറ്റിനെ ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് റാബിറ്റാണോ ഉറങ്ങിയത്, ഋഷിയാണോ ഉറങ്ങിയത്? റാബിറ്റോ? ഋഷിയല്ലേ ഉറങ്ങിയത്? നീ റാബിറ്റിനെ ഉറക്കാനിരുന്ന് ഋഷിയാണ് ഉറങ്ങിപ്പോയത്. ആ കാണുന്ന സാധനം എന്താന്ന് പറഞ്ഞേ? എന്താ അത്? പറ. എന്താന്ന്? ഋഷിക്ക് അറിയാലോ. എന്താ അത്? പറ. സലീഷ് മാമന്റെ റിസോർട്ടിൽ പോവാ നമ്മള്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു സാധനം ഉണ്ട്, കണ്ടിട്ട് വരാം. വാ. ഈ സ്ഥലത്തിന്റെ പേര് ചുവന്ന മണ്ണ് എന്നാണെന്ന് തോന്നുന്നു. ഇവിടെ ചുവന്ന മണ്ണ് ക്ഷീരോത്പാദന സഹകരണ സംഘം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എവിടെ ഋഷി കണ്ടിട്ടുള്ളത്? ഏത് വീഡിയോ അല്ലേ? സ്വിറ്റ്സർലാൻഡ് വീഡിയോ അല്ലേ? എന്ത്, എവിടെ, എങ്ങനെ? പറ. ഇത് അക്വാഡക്റ്റ് കേട്ടോ. അതായത് അവൻ ഇത് പറയുന്നത് എന്റെ സ്വിറ്റ്സർലാൻഡ് വീഡിയോയിൽ ബെർണിന എക്സ്പ്രസ് ട്രെയിൻ പോകുന്ന വഴിയാണെന്നാണ് ഇവൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിലെ പോകാൻ നേരമാണ് അവനത് പറഞ്ഞത്. അതായത് ആ ബെർണിന എക്സ്പ്രസ് പോകുന്നത് ഇതുപോലെയുള്ള ഒരു തൂണൊക്കെയുള്ള ഒരു പാലത്തിന്റെ മേളിൽ കൂടെ അല്ലേ? ബെർണിന എക്സ്പ്രസിന്റെ പാലം. അതിന്റെ മേളിൽ കയറി ബെർണിന എക്സ്പ്രസ് ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഈ കാണുന്ന വീടിന്റെ സൈഡിൽ കൂടെ ഉള്ള ഈ വഴിയിലൂടെ വേണം നടന്ന് ഇതിന്റെ മുകളിൽ കയറാനായിട്ട്. കയറിക്കോ. കണ്ടാ? എന്റെ അമ്മോ, പൊളി. ഇത് കിടുക്കി വെള്ളം. വാ, അടിപൊളി. ഇത് കണ്ടാ? സൂപ്പർ അല്ലേ? ഇത് അടിപൊളി കേട്ടോ. അത് എന്ത് രസാ കാണാനായിട്ട്. കണ്ടില്ലേ? ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അത് തുറന്ന് കിടക്കാണ്. സോ ഐ തിങ്ക് വി ക്യാൻ ഗോ. വേറെ ബോർഡും കയറരുതെന്നോ പോരുതെന്നോ പറഞ്ഞ് ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല. അതിന് മാത്രമല്ല ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് എൻ്റെ മേളിൽ. നമ്മുടെ ആ ഒരു അക്വാഡക്റ്റിന്റെ മേളിൽ വരുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമുക്ക് വണ്ടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാൻ സാധിക്കും. ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ്. പക്ഷെ ഇത് ആക്ച്വലി ഡേഞ്ചർ ആണ്. ലൈക്ക് ഇവിടെ ഈ രണ്ട്, അതായത് നമ്മുടെ ഒരു ഇത്ര ഹൈറ്റിൽ മാത്രമേ ഇവിടെ ഒരു പിടിയുള്ളൂ. ശരിക്കും ഇതും ഓപ്പൺ ആണ്, വെള്ളം പോകുന്നൊരു ഏരിയ ആണ്. ഇവിടെ നിന്നുള്ള ധാരാളം ഡ്രോൺ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഡ്രോൺ ഒന്നും പറത്തുന്നില്ല, കാരണം ഇതൊക്കെ ചിലപ്പം ഫോറസ്റ്റ് ഏരിയ സമീപത്തൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും. കാരണം കുതിരാൻ മലയൊക്കെ ഫോറസ്റ്റിന്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. അതൊക്കെ നിയർ ബൈ ആണ്. നമുക്ക് താഴേക്ക് പോവാം. ഞാൻ അവിടെ ബോർഡൊന്നും കണ്ടില്ല. ഇവിടെ കയറരുതെന്ന് പറഞ്ഞുള്ള ബോർഡൊന്നും കണ്ടൊന്നുമില്ല. നീ കണ്ടില്ലല്ലോ? പേടിയാ. നമുക്ക് താഴെ പോവാം കേട്ടോ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണേ. ഭയങ്കര രസമുള്ള വ്യൂ ആണ്. ഭയങ്കര രസമുണ്ട് ആ വെള്ളം പോകുന്നത് കാണാൻ. അവിടെ മുമ്പിൽ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ അവിടെ കയറ്റി പാർക്ക് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എനിക്ക് ഇത് ഇവരുടെ വീടാണ് ഇവിടെ. ഇതൊക്കെ വീടുകളാണ് ഈ കാണുന്ന സ്ഥലമൊക്കെ. അക്വാഡക്റ്റ്. ഈ അക്വാഡക്റ്റുകൾ നമ്മുടെ കേരളത്തിലൊന്നും മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉള്ളതാണ്. ഇതിപ്പം നിങ്ങൾ കണ്ടതല്ലേ? അതായത് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തോട്. ആ തോട് റോഡിന് മുകളിലൂടെ പോകുമ്പോഴാണ് ശരിക്കും അത് അക്വാഡക്റ്റായി മാറുന്നത്. ഇത് ബേസിക്കലി ഡക്റ്റ് അല്ല, ഇത് തോടാണ്. ഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഫുൾ ക്ലോസ് ചെയ്ത് കവർ ചെയ്തൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതിങ്ങനത്തെ ഒരു സംഭവം. എന്തായാലും സംഭവം അടിപൊളിയാണ്. അതിനിടയ്ക്കൂടെയാണ് നമ്മുടെ ആ ഒരു ഹൈവേ ഒക്കെ കടന്നു പോകുന്നത്. 6 വരി ഹൈവേ ആണെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് 6 വരി ആ അക്വാഡക്റ്റിന് ഇടയ്ക്കൂടെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ കുതിരാനെത്തും. കുതിരാൻ അയ്യപ്പനെ പറ്റി കയറണേച്ചാ. അതായത് ഇതിപ്പോ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ യാത്ര ചെയ്യുമ്പോ യാത്ര ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഒരു യൂട്യൂബർ എന്ന രീതിയിൽ കേരളത്തിൽ യാത്ര ചെയ്ത് വീഡിയോ എടുത്തുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം അന്ന് ആ മറ്റേ തട്ടേക്കാട് പ്രശ്നം ഉണ്ടായതിനു ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം എവിടെ എന്ത് ചെയ്യാൻ പാടില്ല എന്നൊന്നും കൃത്യമായിട്ട് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പലതും ഇപ്പൊ അവിടെ കയറാൻ പാടില്ല, ഇവിടെ കയറാൻ പാടില്ല, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെ പല നിയമങ്ങളും ഉണ്ട്. നമ്മൾ അറിയാത്ത പല നിയമങ്ങളും ഉണ്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്താലേ പ്രശ്നമുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഒരു സാധാരണക്കാരൻ ചെയ്താലോ വേറെ ആരെങ്കിലും എടുത്തിട്ടാലോ പ്രശ്നമില്ല. പക്ഷെ ഒരു യൂട്യൂബർ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാനും കുറ്റം കണ്ടുപിടിക്കാനും കേസാക്കാനും പരാതി കൂട്ടാനും അവരുടെ മേലെ നെഞ്ചത്ത് കയറി പൊങ്കാലയാടാൻ ടിവിക്കാർക്കും പത്രക്കാർക്കും എല്ലാം ഭയങ്കര സുഷ്കാന്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുതിരാൻ ടണൽ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു ലെഫ്റ്റ് ഒരു ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം കുതിരാൻമല ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അതായത് നമ്മുടെ പഴയ ഹൈവേ, അതായത് പണ്ട് കാലത്തെ നമ്മുടെ ഹൈവേ, കുതിരാൻ ടണൽ വരുന്നതിന് മുമ്പുള്ള കുതിരാൻമല ഹൈവേ. അപ്പൊ ആ വഴി കൂടെ തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയാൽ മാത്രമേ നമുക്ക് കുതിരാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ചേട്ടാ
എവിടെ അമ്പലം? അമ്പലം അപ്പുറത്തല്ലേ? ആ പാലം കേറി അപ്പുറത്ത് പോണോ തോന്നല്ലേ? നാലുച്ചയ്ക്ക് പണ്ട് എത്ര തവണ പോയിട്ടുള്ള വഴിയാ, ഇപ്പൊ എത്ര വിജനമായിട്ടാ കിടക്കുന്നതെന്ന് നോക്കിയേ. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞല്ല ഉരുണ്ടുരുണ്ട് ബ്ലോക്കിൽ കെട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു കുതിരാൻ മലയുടെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യെസ്, ഈ കാണുന്നതാണ് കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം. പുതിയ കുതിരാൻ ടണലൊക്കെ വന്നിട്ട് ഈ ഒരു മലയുടെ മേളിൽ കൂടെ വാഹനങ്ങളൊന്നും പോകാത്തതുകൊണ്ട് സത്യം പറഞ്ഞാലൊരു കാട്ടിൽ തന്നെ ചെന്ന് നിൽക്കുന്ന ഒരു പ്രതീതി ഇവിടെയുണ്ട്. ഇത് ശരിക്കും ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ വരുന്ന വഴിക്ക് ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിന് കുതിരാൻമല എന്ന് പേര് കിട്ടാനായിട്ടുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൽ ധർമ്മശാസ്ത ക്ഷേത്രമാണ്. ധർമ്മശാസ്താവ് കുതിരയുടെ പുറത്താണ് സത്യം പറഞ്ഞാൽ ഇരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ കുതിരയുടെ പുറത്തിരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം ഉള്ള മല കുതിരാൻമല, അതായത് കുതിര കയറിയവൻ എന്നുള്ളതാണ് കുതിരാൻ്റെ അർത്ഥം. അങ്ങനെയാണ് കുതിരാൻമല എന്ന് പറഞ്ഞ പേര് ഈ ഒരു സ്ഥലത്തിന് കിട്ടിയത്. അപ്പോൾ ആ ഒരു കുതിരാൻമലയുടെ മധ്യഭാഗത്ത് അതിന് മുകളിലായിട്ടുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മരത്തിന് മുകളിലൊക്കെ ചീവീടുകളൊക്കെ ധാരാളമുണ്ട്. ശരിക്കും ഒരു നിശബ്ദമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു കാനന ഫീല്, കാട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ഫീല്. ഒരു കാലത്ത് ഇതിലേക്കൂടെ പോകുന്ന ആളുകളെല്ലാവരും വണ്ടി നിർത്തിയും നിർത്താതെയും ഒക്കെ ഈ കാണിക്ക വഞ്ചിയിൽ ചില്ലറ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആ കാലത്ത് സത്യം പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നല്ല വരുമാനം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പം വാഹനങ്ങളൊന്നും വരാത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വരുമാനമൊക്കെ പാടെ ഇടിഞ്ഞിട്ടുണ്ടാവണം. എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് പ്രസാദ ഊട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ലേ, നിർത്തിയോ? ശനി ഞായർ മാത്രമേ ഉള്ളൂ. ഇന്നുണ്ട്. ഞാൻ പലതവണ ഇതിലൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വന്ന് പ്രവേശിക്കുന്നത്. ഓക്കേ, ഇതൊരു സ്വകാര്യ ക്ഷേത്രമാണ്, ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ്. ഞാനിവിടെ ക്ഷേത്രത്തിന്റെ ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതാണ്. നേരത്തെ കണ്ട പ്രസാദകൂട്ട് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ കുറഞ്ഞതുകൊണ്ട് അത് 2 ദിവസം മാത്രമായിട്ട്, എനിക്കൊന്ന് വീക്കെൻഡ്സ് മാത്രമായിട്ട് മാറി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് കണ്ടോ, ഈ ഒരു ആൽമരത്തിൻ്റെ വേരുകളല്ലേ ശിഖരങ്ങളല്ലല്ല, വേരുകൾ. ആൽമരത്തിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ വന്ന് പോകുന്നത് കണ്ടോ. ശരിക്കും എത്ര വർഷം പഴക്കമുള്ള ഒരു മരമായിരിക്കും അല്ലേ ഇത്. എൻ്റെ ദൈവമേ, ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടോ. അത് ശരിക്കും ട്രൂലി നമ്മളൊരു വനത്തിനുള്ളിൽ നിൽക്കുന്നൊരു കറക്റ്റ് പ്രതീതി. ക്ഷേത്രം ഫുള്ളൊരു തമിഴ് ടച്ച് ഉണ്ടല്ലേ. തമിഴ്നാടിനോട് അടുക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, പക്ഷേ തമിഴ് കേരള മിക്സഡ് ടച്ചാണ്. ഈ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പോകുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ആക്ച്വലി ഈ കുതിരാൻ ടണൽ വന്നതോടുകൂടി ഇങ്ങോട്ടേക്ക് നമുക്ക് കറങ്ങിത്തിരിഞ്ഞ് വന്നിട്ട് ഇവിടെ വരെ വന്ന് മാത്രം പോകണം. അങ്ങനെ മാത്രമേ വരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന സമയം ക്ഷേത്രം ഓപ്പൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴുതിട്ടൊക്കെ പോകാം. നിലവിലിപ്പോ ആ ഒരു അമ്പലത്തിൽ നിന്ന് വന്ന് ഹൈവേയിലേക്ക് കയറാനായിട്ടുള്ള റോഡ് ഇതാണ്. ആ അമ്പലം മാത്രമല്ല, സത്യം പറഞ്ഞാൽ അവിടെ കുറെ വീടുകളും മറ്റുമൊക്കെ ഉണ്ട്. അവരുടെ ഹൈവേയിലേക്ക് കയറി പോകുന്ന റോഡെന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മുടെ പാട്ട് യൂട്യൂബ് മ്യൂസിക്കിലുണ്ട്, നമ്മുടെ ടെക് ട്രാവലിറ്റിന്റെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെ മ്യൂസിക് അല്ലടി. അതാണ് ഞങ്ങളിപ്പോ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. സ്പോട്ടിഫൈയിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാം. പാടെ അങ്ങനെ നമ്മൾ അടുത്ത ടോളിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഈ യാത്രകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ INB ട്രിപ്പ് പോലെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ എല്ലാ ടോൾ പ്ലാസകളുടെയും സമീപത്ത് ടോയ്ലറ്റ് ഉണ്ടാവണം എന്നുള്ളത് ഒരു നിയമമാണ്. അപ്പൊ ഇവിടെ ടോൾ പ്ലാസയുടെ ഇപ്പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ശ്വേത പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ലൈറ്റ് ഒന്നുമില്ല. ആൾക്കാരുടെ സ്വഭാവം, അവിടെ പാഡ് യൂസ് ചെയ്ത പാഡ് തിരികെ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ക്ലോസറ്റിന്റെ പിന്നെ അവിടെ ഡസ്റ്റ്ബിൻ ഇല്ല. ഡസ്റ്റ്ബിൻ ഒക്കെ അവിടെ ഉണ്ട്. ബക്കറ്റ് ഏതെങ്കിലും ഒരു ബക്കറ്റിൽ ഇട്ടാൽ മതി. അവിടെ 2-3 ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഡസ്റ്റ്ബിൻ ഉണ്ടോ? ഡസ്റ്റ്ബിൻ ഉണ്ട് അവിടെ, ചെറിയ അവിടെ ഇടാമേ ഉള്ളൂ. അത് പാഡൊക്കെ യൂസ് ചെയ്തൊക്കെ അവിടെ കുത്തിക്കയറ്റി വെച്ചിരിക്കുക. ഒരു പാഡാ ഞാൻ കണ്ടത്, ഞാൻ കണ്ടിട്ടില്ല. കുത്തിക്കയറ്റി അപ്പൊ നമുക്ക് ലിറ്ററസി റേറ്റ് അവിടെ തന്നെ മനസ്സിലാവും. ഹലോ 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 ഹലോ.
വേണ്ടേ എന്താ നമ്മളിവിടെ ഇപ്പൊ പാലക്കാട് നമ്മള് പാലക്കാട് മാർക്കറ്റിൽ മസാല സോഡ കുടിക്കാൻ വേണ്ടി വന്നതാണല്ലേ? ഐസ്ക്രീം സോഡയും വേണമെന്ന് കേട്ടല്ലോ. ഇത് 25 കോടിയുടെ മാവേലി നിൽക്കുന്നുണ്ടോ? 25 കോടി തിരുവോണം ബമ്പറിന്റെ പരസ്യം. മദർലാൻഡ് മസാല സോഡ എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടും. അത് സോഡ പൊട്ടിച്ച് അതിനകത്ത് ഇടുമല്ലേ? ഞങ്ങക്ക് 2 ഇത് ശരിക്കും സംഭാരത്തിന്റെ കോൺസെൻട്രേറ്റ് ആണോ? എന്തത്? സംഭാരമല്ല, ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി, ഇഞ്ചി, കുരുമുളക്, കരുവേപ്പില, മല്ലിയില, നാരങ്ങ, ഉപ്പ്, മോര് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് തൈരിലോട്ട് ഒഴിക്കും. കൊള്ളാട്ടോ പരിപാടി. ഇത് ഇങ്ങനെ ഈ ഇരിക്കുന്ന കുപ്പി മൊത്തം ഇതാ അടിപൊളി. ഇത് ഈ സോഡയുടെ അടപ്പ് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്കും, തരും. ഇങ്ങനെയാണ് സംഭവം. ഇതാണ് ഇവരുടെ കോൺസെൻട്രേറ്റ്. ഇത് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന തന്നെ അല്ല? കോൺസെൻട്രേറ്റ് ഇല്ലല്ലേ? ഇല്ല, അതാന്ന് നമ്മള് 1/2 ലിറ്റർ വാങ്ങിച്ചോണ്ട് പോയത്. അങ്ങനെ കിട്ടും. ഇതുപോലെ വാങ്ങിച്ചോണ്ട് പോവാം. അതെ, ഇത് സോഡക്കകത്ത് കുടിച്ചാൽ മതി. അതെ, ഇത് കുടിക്കാനുള്ള കുഴപ്പമില്ലല്ലോ. പക്ഷെ എരിവുണ്ട്. അച്ഛനാണോ ഉണ്ടാവുന്നേ? അച്ഛനപ്പോ എപ്പോഴും ഉണ്ടാവാ? പാതിയേ ഉള്ളൂ. ഇവര് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന സോഡയാ? അത് ശരി. അതിനകത്തോട്ട് അത് ഒഴിക്കുമ്പോഴത്തേക്കിനും ആഹാ ഇങ്ങനെ പതിഞ്ഞു പോകുന്നുണ്ടോ? അത് കൊള്ളാം. ഇവിടെ 2 കടയുണ്ട്. ഒന്ന് മദർലാൻഡ് മസാല സോഡ, ഒന്ന് നമ്പർ 1 മസാല സോഡ. അത് 2 തിരക്കുണ്ട്. ഞാൻ മദർലാൻഡ് സോഡയിലാണ് കയറി കഴിച്ചത്. കട്ടി മോര് ലഭ്യമാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. മുറുക്ക് വാങ്ങിച്ചു കേട്ടോ. 1981 മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആ പാലക്കാട് മാർക്കറ്റ് ഏരിയക്കകത്തായിട്ടാണ് ഞാനിപ്പോ കയറി വന്നിരിക്കുന്നത്. ഇതിനകത്ത് കിടന്നാണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ NMR ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. അത് ഓപ്പൺ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ ട്രാക്ക് ഒക്കെ കടന്ന് നമ്മൾ NMR ബിരിയാണി തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. NMRന്റെ ഒറിജിനൽ കടയിലേക്കാണ് ഞാൻ പോകുന്നത്. പാലക്കാടിന്റെ പഴയ ആ ഒരു വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. NMR എന്ന് പറഞ്ഞ ഇവരുടെ ആ ഒരു റെസ്റ്റോറന്റിന്റെ അടുത്തെത്തി ഞാൻ. അവിടെ താഴെയാണ്, കുറച്ച് മാറി എനിക്ക് പാർക്കിംഗ് കിട്ടി. ആ ഓടിട്ട പഴയ വീടുകളൊക്കെ നോക്കി. ഒരു അമ്പലം കണ്ടോ ശ്വേത? ശ്രീ കാമാക്ഷി ക്ഷേത്രം. ഒരു ചെറിയ അമ്പലം നോക്കി, വീടിന്റെ മുമ്പിൽ തന്നെ ഉള്ള ഒരു കുഞ്ഞമ്പലം. പാലക്കാട് പല സ്ഥലത്ത് NMR എന്ന് പറഞ്ഞിട്ട് ബിരിയാണി കാണാം. ഇതൊക്കെ ആരെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാവരും ഇവിടെ വന്ന് കഴിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ കാണുന്ന കുഞ്ഞി കട അവിടെ ഇപ്പൊ തന്നെ ഭയങ്കര തിരക്കാണ്. ആ പഴയ കെട്ടിടങ്ങളൊക്കെ നോക്കിയ ശ്വേത, എന്ത് രസമല്ലേ ആ പഴയ കെട്ടിടമൊക്കെ കാണാനായിട്ട്. ഇവിടെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ കെട്ടിടങ്ങൾ ധാരാളം കാണാൻ സാധിക്കും കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി വന്ന് ഫുൾ തിരക്കാണ്. ഒരു ചെറിയ കടയാണ്, കുഞ്ഞി കടയാണ്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി മേളിലും താഴെയൊക്കെ നമുക്ക് വന്നിരിക്കാം. ചേറയ്ക്ക് വെജ് ബിരിയാണി, എനിക്ക് ചിക്കൻ ബിരിയാണി. അടിപൊളി. അതിന്റെ കൂട്ടത്തിൽ സൈഡായിട്ട് റൈത്തയുണ്ട്, പിന്നെ അച്ചാറും ഉണ്ട്. ചേറയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി നല്ലതാണോ? അടിപൊളി. വെജിറ്റബിൾ ഇവിടെ കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു. ഇത് നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കഴിക്കുന്ന പോലെ തന്നെ ഫ്ലേവേഡ് റൈസിന്റെ ബിരിയാണിയാണ്. ഇതിനകത്ത് ഒരു ചിക്കൻ്റെ കാലുണ്ട്, പിന്നെ ഒരു വേറെ പീസുണ്ട്, പിന്നെ ഗ്രേവിയൊക്കെ കിട്ടും. അങ്ങനെ അച്ചാറും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്ന ടൈപ്പ് ഒരു ബിരിയാണിയാണ്. ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ 65 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം. ഇത് പൊളിയുണ്ടോ? അടിപൊളി. അമ്പൂർ ബിരിയാണി കഴിക്കുന്ന പോലെ ഉണ്ട്. താങ്ക്സ് ടു ശ്വേത. ഇവിടെ മുമ്പില് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടോ? അത് ഇവിടെ ഈ ഹോട്ടലിൽ വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഭയങ്കര തിരക്കാ ഇവിടെ. ശ്വേത, ഈ സ്ഥലം കണ്ടോ നീ? അതായിരുന്നു ഇവരുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന ഇവിടെ നിന്നാണ് ഇവരാദ്യമായിട്ട് ഇവരുടെ ഈ ഒരു ഭക്ഷണം നൽകുന്നത് ആരംഭിച്ചത്. അതാണ് പിന്നീട് ഇതായി മാറിയതും പിന്നെ വേറെ പല സ്ഥലങ്ങളിലേക്ക് ഇവർ വ്യാപിപ്പിച്ചതുമൊക്കെ. ഇവർ ശരിക്കും ബേസിക്കലി റാവുത്തർ ഫാമിലി അല്ലേ? അങ്ങനെയാണ് ഞാൻ ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ലോക്കൽസ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത് പ്ലീസ്, തെറി വിളിക്കരുത്. ലോക്കൽസ് എന്ന് പറയുന്നത് പലർക്കും തെറിവിളിയാണ്. ലോക്കൽസ് എന്ന് പറഞ്ഞാൽ തദ്ദേശീയർ എന്നാണ് അർത്ഥം. പെപ്സി തരത്തില്ല, മിണ്ടായിരിക്കണം അവിടെ. റാവുത്തർ ഫാമിലിയിൽപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ് ഇവർ പണ്ട് കാലത്ത് എല്ലാ നാട്ടിലും ഉള്ള പോലെ തന്നെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകൾ. ഇത് ബേസിക്കലി കല്യാണ
ഞാൻ അകത്തിരുത്തി ഇവിടെ എവിടെ ഇറങ്ങി വന്നേ? അകത്ത് കയറി നിന്നെ അവിടെ പിടിച്ചിരുത്തിയാണോ ഞാൻ? പോന്നോക്ക് പിടിച്ചിരുന്നോളാം. പിടിച്ചിരുത്തിയത് മര്യാദ അവിടെ ഇരുന്നോളാം. കഥ പറയട്ടപ്പ. കല്യാണത്തിനൊക്കെ വിളമ്പിയിരുന്ന കല്യാണ ബിരിയാണിയാണ് ബേസിക്കലി. റൗത്തർ ബിരിയാണി എന്ന് പറയും, കല്യാണ ബിരിയാണി എന്ന് പറയും. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞത് മോശമായി പോയോ? പിന്നെ ബെൽറ്റ് കെട്ടിയിടി ഞാൻ കേട്ടോ. അപ്പൊ ഇറ്റ് വാസ് എ നൈസ് ചോയ്സ്. ലൈക്ക് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ബിരിയാണിയെ പറ്റി. പക്ഷെ ഇവിടെ വന്ന് ഒരു ബിരിയാണി കഴിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ശരിക്ക് 7 വർഷമായിട്ട് നിങ്ങളെ എനിക്കറിയാം. വേറെ കാര്യം കൂടെ പറയട്ടെ. 7 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എത്ര പ്രാവശ്യം അമ്പൂർ ബിരിയാണി കഴിച്ചിട്ടുണ്ട്? അമ്പൂർ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അമ്പൂർ ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത്. ഞാൻ സുല്ലിട്ടു, നീ അവൻ ബെൽറ്റ് ഇട്ടു വിടാൻ സമ്മതിക്കുന്നില്ല. പെപ്സിയോ തന്നാലല്ലേ നീ തീർക്കുള്ളൂ. അതെ, സ്മോൾ ബേബീസ് പെപ്സി കുടിക്കാൻ പാടില്ല. ഇല്ല, ഉണ്ട് ഉണ്ട്. നിനക്ക് പെപ്സി താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അമ്മ. ഉണ്ട്, ആ പെപ്സി അത് കുടിച്ചാ മതി. നമുക്ക് SR ഞങ്ങൾ റിസോർട്ടല്ലേ, നമുക്ക് 2 മണിക്കൂർ ഉറങ്ങിട്ട് പോയാലോ. നല്ല മരത്തിന്റെ തണലില് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ കിട്ടി. ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് അയ്യാ എന്റെ വയറ് നിറഞ്ഞ്. ഋഷി അപ്പ ഉറങ്ങട്ടെ കുറച്ചു നേരം. അപ്പൊ പിന്നെ ആര് വണ്ടി ഓടിക്കും? ഋഷി വണ്ടി ഓടിക്കും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ അമ്മയോ വണ്ടി ഓടിക്കത്തില്ല. ചേതൊക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മാറിയിരുന്ന് കുറച്ചു നേരം ഇരുന്ന് ഉറങ്ങായിരുന്നു. നീ ഫുൾ ടൈം ഉറക്കല്ല, നീ മിണ്ടാരി. സുൽത്താൻ പേട്ട് എന്നാണ് അല്ലേ ഈ സ്ഥലത്തിന്റെ പേര്? സുൽത്താൻ പേട്ട്. പാലക്കാട് അങ്ങനെയൊക്കെ സ്ഥലപ്പേരുള്ളവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഹരിക്കാര സ്ട്രീറ്റ്. അപ്പൊ എന്തായാലും ഇനി മാപ്പ് ഇട്ട് ഇനിയിപ്പോ നേരെ SR ജംഗിൾ റിസോർട്ട്. എന്താ ഹലോ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ ഇവിടെ ക്യാമറ ഓണാക്കി വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയാല് ഋഷി അത് ഞാൻ ഒന്നും പറ്റിയില്ലെങ്കിൽ അപ്പാ 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി വിളിക്കും. അത് അവന് സംസാരിക്കണം, അതാണ് അവന്റെ ആവശ്യം. ഇപ്പൊ തന്നെ നോക്കണം, ഞാൻ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് അവന്റെ ആവശ്യം. എന്നോട് ആരെങ്കിലും വന്ന് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എന്നോട് ഞാൻ പുറത്തു പോകുമ്പോ ആരെങ്കിലും വന്ന് മിണ്ടി കഴിഞ്ഞാല്, ആരെങ്കിലും വന്ന് ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. മൊത്തത്തില് ഇത് തന്നെയാണ് അവസ്ഥ. ഒരു രക്ഷയില്ല. ഇത് കംപ്ലീറ്റ് പഴയ വീടുകളും അതേപോലെ തന്നെ പഴയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു തോന്നി. റോഡിന് നടുവിലൊരു അമ്പലമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് എന്തായാലും കേരളം വിട്ടിട്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് കയറാം. ഇനി ഇവിടെ നിന്ന് ആനക്കട്ടി വരെ പോകാൻ 80 കിലോമീറ്റർ ഉണ്ട്. ആനക്കട്ടി പോകാനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കോയമ്പത്തൂര് മൊത്തം കയറി ഇറങ്ങി പോകണം എന്നുള്ളതാണ് ആനക്കട്ടി പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം. ആ ട്രാഫിക്കിലൂടെ എല്ലാം ഞാൻ വണ്ടി ഓടിക്കണം. ഇത് നമ്മുടെ മറ്റേ ഇതല്ല ഈ ഐരാവത് കർണാടക ഐരാവത് ഇന്ന് ആക്സിഡന്റ് ആയി കിടക്കാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് പോകുന്ന വഴിക്ക് നമ്മുടെ വാളയാറ് എത്തി. വാളയാറ് പോകുന്ന വഴിക്ക് ഇവിടെ കുറെ റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കാണുന്നതൊക്കെ വനമാണ്. നമ്മുടെ ഈ വാളയാറ് ഇടക്കിടക്ക് ഈ ട്രെയിൻ തട്ടി ആനകൾ ചെരിഞ്ഞു എന്നും പറഞ്ഞ് വാർത്ത കാണത്തില്ലേ? അത് ഈ ഭാഗമാണത്. ഇവിടെയാണ് ഈ ട്രെയിനൊക്കെ തട്ടി ആനകൾ മരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം, ലൈക്ക് ഇവിടെ ഫുൾ ചീവീടുകളുടെ ശബ്ദം കേട്ടാ, മൊത്തം ചീവീടുകളുടെ ശബ്ദം. പിന്നെ നിറച്ച് വേപ്പ് മരങ്ങൾ നിൽക്കുന്നു. ഇങ്ങോട്ടൊക്കെ കേറാൻ നിൽക്കണ്ട, കേറി കഴിഞ്ഞാൽ പിന്നെ വേറെ വള്ളി പുള്ളിയൊക്കെ ആവും. വനമല്ലേ, വനം. അങ്ങനെ നമ്മൾ വാളയാറെത്തിയിരിക്കുകയാണ്. വാളയാർ ഇപ്പൊ ട്രെയിൻ എല്ലാം വരുമോ ഋഷ? വരുമോ? അതേ റെയിൽവേ ട്രാക്ക് കണ്ടോ? ഇവിടെ ആനയൊക്കെ വരും, ആന വരും, ട്രെയിൻ വരും. ഇവിടെ മൊത്തം ലോട്ടറി കച്ചവടക്കാരാണോ? അതായത് ഈ കേരളത്തില് മാത്രമാണല്ലോ ഈ ലോട്ടറി ഉള്ളത്, തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലല്ലോ. അപ്പൊ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആളുകള് ഇവിടെ നിന്ന് ലോട്ടറി എടുത്തിട്ട് പോകും. ഞാനിങ്ങനെ വണ്ടി സ്ലോ ഡൗൺ ചെയ്തപ്പോഴത്തേക്കിനും ആളുകളൊക്കെ എണീറ്റ് വരുന്ന കേട്ടില്ല. എന്തോരം ലോട്ടറി കടക്കാരാന്നറിയോ ഇവിടെ ഉള്ളത്. ഇവിടൊക്കെ ഉണ്ടല്ലോ ശാദ, ഇവിടൊക്കെ ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിയാണ്. ആ കാണുന്ന മലയും അതൊക്കെ. ഞാൻ ഒത്തിരി ഇവിടുത്തെ ഡ്രോൺ വിഷ്വൽസ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടൊക്കെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. എന്തോരം ലോട്ടറി കച്ചവടക്കാരാന്നറിയോ ഇവിടെ. എടാ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഋഷാ, വാളയാർ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ മലബാർ സിമെന്റ്സ് ഉണ്ട്. മലബാർ സിമെന്റ്സിന്റെ ഫാക്ടറി ഇവിടെ വാളയാറാണ്. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാളയാർ റെയിൽവേ സ്റ്റേഷൻ കാണാൻ സാധിക്കും. അടാ ട്രെയിൻ കിടക്കുന്നടാ, ട്രെയിൻ കിടക്കുന്നു ഋഷി. കണ്ടാ ട്രെയിൻ
ഒരു രക്ഷയിലോട്ടോ. ഇത് എനിക്ക് കിടപ്പുണ്ടോ. അതായത് നമ്മളിവിടെ താഴെ കൂടെയാണ് ഈ റോഡ് പോകുന്നത്. എന്താ കമ്പാർട്ട്മെന്റ്? ജനറലോ? ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ആടാ ഇത് മറ്റേ ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ആടാ. വിവേക് എക്സ്പ്രസ് ആണ് ഇത്. ദിബ്രുഗഡ് കന്യാകുമാരി പോകുന്ന ട്രെയിൻ. ഓ ഇത് പൊളിച്ചു കേട്ടോ. ഈ സ്ഥലമൊക്കെ അടിപൊളിയാണേ. വിവേക് എക്സ്പ്രസ് ആണ് ആ കിടക്കുന്നത്. അപ്പൊ ഇതിന് എനിക്ക് തോന്നുന്നു അപ്പുറത്തൂടെ വേറെ എന്തോ ട്രെയിൻ വരികയോ അല്ലെങ്കിൽ വേറെ എന്തോ സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് ആ ട്രെയിൻ അവിടെ മേളിലിട്ടിരിക്കുന്നത്. ട്രെയിൻ മേളിൽ കണ്ടോ ട്രെയിൻ? ഇത് ഇത്ര അടുത്ത് കിടക്കുന്ന കണ്ടിരുന്നേ. ആളുകളൊക്കെ എന്നെ നോക്കുന്നു, ഇവന്മാരാരാടാ ഈ ട്രെയിനിന്റെ വീഡിയോയും ഫോട്ടോ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അയ്യോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത്. ദേടാ ട്രെയിൻ പോണ്. ട്രെയിൻ പോയല്ലോ. ആൾക്കാരൊക്കെ ഇരുന്ന് കൈ കാണിക്കുന്നത് അതിനകത്ത്. കൈ കാണിക്കുക, എല്ലാരും കൈ കാണിക്കുന്നത്. കുപ്പിയൊക്കെ വലിച്ച് താഴെ എറിയുന്നു. സ്ലീപ്പർ ഉണ്ടല്ലേ, നോക്കിയേ. ഇത് സ്ലീപ്പർ ക്ലാസ് ആണ്, പക്ഷെ എന്നാലും ഇതിനകത്തൊക്കെ നിറച്ച ആൾക്കാരാണ്. ആൾക്കാർ കൈ കാണിക്കുന്നത്. ടാറ്റ കൊടുക്ക് ഋഷി, എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. ആ ഇത് സ്ലീപ്പർ ആണ് ഋഷി, സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ആണ്. സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്. എല്ലാരും കൈ കാണിക്കുന്നതാ ഋഷി, നിന്നെ കൈ കാണിക്കുന്നതാ, കൈ കാണിക്കുന്നതാ. ഈ നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ വരുന്ന ഒരു ട്രെയിനാണ് ഈ കന്യാകുമാരി ദിബ്രുഗഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു ട്രെയിൻ. ആ ട്രെയിനാണ് ഇപ്പൊ പോകുന്നത്. ഇത് സ്ലീപ്പർ അല്ല, ഇത് മറ്റേ റെസ്റ്റോറന്റ്, മറ്റേ AC ഹോട്ട് ബൊഫെ കാർ. ഇത് AC 2 ടയർ. അതിനിടയ്ക്ക് താഴെ ബൈക്കൊക്കെ റോഡിന് കുറേ കൊണ്ടിട്ട് ഫോട്ടോ എടുക്കുന്ന ഫ്രീക്ക് പയ്യന്മാരും അവിടെ ഉണ്ട് ഗൈസ് താഴെ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു റെഡ് ട്രെയിനിന്റെ ലുക്ക് ഒന്ന് വേറെ തന്നെയാട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിനിന്റെ ലുക്ക്. ഭയങ്കര ലുക്കല്ലേ? എവിടെ? നീ അവിടെ നിന്നോ, ഞങ്ങള് പോവാ. ഇതാണ് വാളയാർ റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ ബാക്കിൽ നമുക്ക് മലബാർ സിമന്റ്സ് കാണാൻ സാധിക്കും. വാളയാർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ട്രാക്കിലാണ് നമ്മുടെ ആ ട്രെയിൻ നിർത്തിയിട്ടിരുന്നത്. എന്താ ഇനി വല്ലതും ഉണ്ടോ? ഞാൻ പോവാ, നീ അവിടെ നിന്നോ. കേറ് വണ്ടിയിൽ, മതി ട്രെയിൻ കണ്ടത്. ഇവിടെ മുന്നിൽ വന്നപ്പോ വീണ്ടും ബോർഡ് ലെഫ്റ്റ് വാളയാർ റെയിൽവേ സ്റ്റേഷൻ. നല്ല കിടിലം ബോർഡൊക്കെ കേട്ടോ. ഇത് കാട്ടിനുള്ളിലെ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ശരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ആദ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ഇതാടാ റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്നടാ ഋഷേ. നോക്ക് കണ്ടാ, ഇനി ഇത് ഫുൾ ടൈം അടച്ചിട്ടിരിക്കണോ അറിയില്ല, നോക്കാം. ചിറ്റില്ല നേരെയാണ് കേട്ടോ ഇത്. ഫുൾ ഈ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റിന്റെ സ്ഥലമാണ്. അവിടെ ഇവിടെ എല്ലാം ഫോറസ്റ്റിന്റെ ബോർഡൊക്കെ ഉണ്ട്. അപ്പൊ ആ ഫോറസ്റ്റിന്റെ അകത്താണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മലബാർ സിമന്റ്സിലേക്ക് ട്രെയിൻ കൊണ്ടുപോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നു ആ കാണുന്നത്. അതിന്റെ ബാക്കിലൊക്കെ നമുക്ക് മലകളൊക്കെ കാണാം. ഇത് നമ്മുടെ ആ ഒരു പാലക്കാട് കോയമ്പത്തൂർ റൂട്ടായിരിക്കണം. എന്തായാലും സംഭവം പൊളിയാട്ടോ. അത് ഭാവി എന്ത് രസമല്ലേ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയായത്. ഈ കാണുന്നതാണ് വാളയാർ റെയിൽവേ സ്റ്റേഷൻ. ഗുഡ് ബൈ കേരള ബോർഡൊന്നും ഇല്ല ഇവിടെ, ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് ഇവിടെ വെൽക്കം ടു തമിഴ്നാട് ബോർഡില്ലാത്തത്. ഇവിടെ വെൽക്കം ടു തമിഴ്നാട് ബോർഡില്ല. നമ്മൾ വെൽക്കം ടു കേരള ബോർഡുണ്ട്, പക്ഷെ ഗുഡ് ബൈ കേരള എന്ന് പറഞ്ഞൊരു ബോർഡില്ല, അല്ലെങ്കിൽ സി യു അഗൈൻ എന്നൊരു ബോർഡില്ല. ജസ്റ്റ് ഇപ്പോ നമ്മൾ ജസ്റ്റ് ആ പാലം കയറി ഇറങ്ങി ബോർഡർ കടന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കയറുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. ഋഷി വീണ്ടും ഉറങ്ങി. ട്രെയിൻ കണ്ടോണ്ടിരുന്ന ആൾ ഉറങ്ങൂല എന്ന് പറഞ്ഞ ആള് മുമ്പേ ഞാൻ എണീപ്പിച്ചായിരുന്നല്ലോ, ഇപ്പൊ ഉറങ്ങി. എന്തായാലും ആനക്കെട്ടി വരെ അവൻ ഉറങ്ങട്ടെ. ഇവിടെ ഉക്കടം ഭാഗത്തേക്ക് പോകുന്ന ഫ്ലൈ ഓവറിന്റെ ഒക്കെ പണി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം എന്തൊക്കെയോ കുറെ മാറ്റങ്ങൾ കോയമ്പത്തൂര്. ആ ഫ്ലൈ ഓവറെ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഉക്കടം ലേക്കിന്റെ അടിപൊളി വിഷ്വല് കാണാൻ പറ്റും. ഓ രക്ഷയില്ല കേട്ടോ. ഇത് ഇത്രയും വലിയൊരു ലേക്ക് ആണെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാവുന്നത്. ഭയങ്കര വലുതാട്ടോ ഈ ഉക്കടം ലേക്ക്. അതെ, താഴെ കൂടെ പോകുമ്പോൾ ശരിക്കും ഒന്നും മനസ്സിലാവത്തില്ല. മേളിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവുന്നത്. നമ്മള് കോയമ്പത്തൂർ കഴിഞ്ഞതേ ഉള്ളൂ, ആനക്കട്ടി റോഡിൽ കയറിയതേ ഉള്ളൂ. മൊത്തം പരസ്യത്തോടെ പരസ്യം. എന്താണ് SR ജംഗിൾ റിസോർട്ട്, ആരാ ജംഗിൾ റിസോർട്ട് എന്നിട്ടില്ലല്ലോ കേട്ടോ. സെക്കൻഡിലാണ് ചെറുക്ക്. ഇനി ഇവിടെ ഉള്ള വീടുകളിൽ വരെ SR ജംഗിൾ റിസോർട്ട് ആണല്ലോ. എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. വീടിലും വീടിന് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നതിന് SRO ആണ്. ഇവരെ എനിക്ക് തോന്നി പരസ്യം വെക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നി റോഡിന് നടുവിലല്ല ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തോരം ബാരിക്കേഡ്സ് ആണ് നോക്കി. ഇത് ബാരിക്കേഡ് മാത്രമല്ല, ഇത് സൈൻ ബോർഡ്. ഇതിനും മാത്രമൊക്കെ പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയത്തില്ല. ഇവർക്ക് ഇത് തന്നെയാണോ പരിപാടി. ഞാൻ ഈ ബോർഡിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ആനക്കട്ടി 15 കിലോമീറ്റർ സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ കാണുന്ന മലയൊക്കെ ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള, തമിഴ്നാട് ഫോറസ്റ്റിന്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം ഈ കാണുന്നത് ആരാ ജംഗിൾ റിസോർട്ടിന്റെ പരസ്യം, SR ജംഗിൾ റിസോർട്ടിന്റെ പരസ്യം. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ ആരാ ജംഗിൾ റിസോർട്ട് എന്ന് പറയുന്നത് SR ജംഗിൾ റിസോർട്ടിന്റെ തന്നെയാണ്. ഈ കാണുന്നത് ശരിക്കും
ഇവിടെ കംപ്ലീറ്റ് ഈ ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് ഈ ഒരു ആനക്കട്ടി റോഡിലുള്ള ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇഷ്ടിക നിർമ്മാണ ചൂളകൾ പ്രവർത്തിക്കുന്ന ഏരിയ ആണ്. ഇവിടെ നിറച്ച് അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഈ ഭാഗം മൊത്തം. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മളിപ്പോ തമിഴ്നാട് ഫോറസ്റ്റിന്റെ ഒരു ഏരിയയിലാണ്. ഈ തമിഴ്നാട് ഫോറസ്റ്റിന്റെ ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ കേരള ബോർഡർ എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ സലീഷേട്ടന്റെ സ്ഥലം. അവിടെ ഭയങ്കര മഴയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങ് മഴ പെയ്തിട്ടേ ഇല്ല. തൊട്ടപ്പുറത്ത് ഈ മലയുടെ അപ്പുറത്ത് ഭയങ്കര മഴയും. അങ്ങനെ ഫൈനലി വി ആർ ഇൻ ആനക്കട്ടി. ഫൈനലി നമ്മൾ എവിടെ എത്തി? ഋഷിയുടെ ഫേവറേറ്റ് സ്ഥലം. ഋഷി അതൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ എവിടെ എത്തി? ഋഷിയുടെ ഫേവറേറ്റ് സ്ഥലം. ഇവിടെ ഫുൾ കാട് പിടിച്ച് ഇപ്പോഴാണ് ശരിക്കും ജംഗിൾ റിസോർട്ട് ആയത് കേട്ടോ. അടിപൊളി. അവനാണ് നിങ്ങളെ കാത്തിരുന്നത്. ആളകാർക്ക് ഇന്നലെ ഫോണിൽ സംസാരിച്ചപ്പോഴേ അവന് കറക്റ്റ്, അതായത് ഞാന് നിങ്ങളെ വിളിക്കുന്ന കാര്യം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തതേ ഇല്ല. ഞാൻ വെറുതെ റാൻഡമായിട്ട് ഫോൺ എടുത്ത് വിളിച്ചതാ. സ്പീക്കറിലിട്ട് നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കിനും അവൻ എന്താ വിളിച്ച് പാലക്കാടുകാരാണ്. 5 വയസ്സായി. ചെളി കഴിക്കൂ. ഇത് ചെളിയാണ് മെയിൻ ആയിട്ട്. നമ്മൾ വെള്ളം കൊടുത്താലും ചെളി കഴിക്കും. ചെളി മിക്സ് ചെയ്ത് കഴിക്കുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ വന്നൊരു ചായ ഒക്കെ കുടിച്ച് നമ്മളിപ്പോ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്വേതയും ഋഷിയും കൂടെ മുമ്പിൽ ബഗ്ഗിൽ കയറിയിട്ടുണ്ട്, ഞാൻ പുറകിൽ. ഓ ഭയങ്കര സ്പീഡാണല്ലോ. ഓടിവാ. റൂമിൽ പോണ്ടേ? പൂളിൽ പോണോ? അതും വേണ്ടേ? നീ അവനെ പ്ലേ ഏരിയ കൊണ്ടൊക്കെ, ഞാൻ റൂമിൽ പോവാ. സതീഷേട്ടാ എന്നെ വീഡിയോയിലൊന്നും പറഞ്ഞില്ല. ഓട്ടം ചാട്ടം ഫേമസ് ആയിക്കൊണ്ടിരിക്കുവല്ലേ. പുള്ളി ഫുൾ ബിസിയാണ് ഇപ്പൊ. നീ എന്താണ് പരിപാടി ഇവിടെ? വാട്ട് ആർ യു ഡൂയിങ് ഋഷി? പറ എന്താ പരിപാടി? ചീപ്പ് ഒക്കെ വെച്ച് ചീകാണോ? പിന്നെ ആണോ? ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുകയാണ്. അയ്യോ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഇല്ല മുക്കില്ല. ഋഷി അപ്പ പിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഋഷി ബിഗ് ബ്രേവായി. ഇപ്പൊ പേടിയൊക്കെ പോയി കേട്ടോ. പേടിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കാൻ നേരം പെട്ടെന്ന് മഴ പെയ്യാനായിട്ട് പോകുന്നു. പെട്ടെന്ന് അങ്ങോട്ട് കാലാവസ്ഥയൊക്കെ മാറി, കാറ്റും അതും ഇതുമൊക്കെ ആയിട്ട് വേറെ ലെവൽ കാലാവസ്ഥയായി. ആകാശമൊക്കെ നോക്കി അങ്ങ് കറുത്ത് ഏതാണ്ട് പോലെയായി കണ്ട. ഗൈസ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗൈസ്, നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ ജയിലർ 2 സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ രജനീകാന്തും ബാക്കിയുള്ള ടീമും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ആനക്കട്ടിയിൽ അട്ടപ്പാടിയിലുണ്ട്. അതായത് അട്ടപ്പാടിയിൽ കേരളത്തിലാണ് ഷൂട്ട് നടക്കുന്നത്. അവിടെ ഗംഭീര സിനിമ സെറ്റൊക്കെ ഇട്ടിട്ട് വൻ പരിപാടികളൊക്കെയാണെന്ന് കേട്ടു. എന്നാൽ പിന്നെ അതൊക്കെ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അവൻ കാണാൻ പറ്റത്തൊന്നുമില്ല, അവിടെ ക്യാമറ ഒന്നും അടുപ്പിക്കത്തൊന്നുമില്ല, ഒന്നും പറ്റത്തൊന്നുമില്ല. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും എനിക്ക് രജനീകാന്തിനെ കാണണം. ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. സലീഷേട്ടൻ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം അവരൊക്കെ ഫുൾ സീക്രട്ട് ആയിരിക്കുമല്ലോ. സിനിമയുടെ ഒന്നും പുറത്തു പോകാൻ പാടില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. എന്തായാലും വി വിൽ ഗോ ആൻഡ് ട്രൈ. സലീഷേട്ടൻ പറഞ്ഞത് ഇവരുടെ കുറച്ച് സ്ഥലം അവിടെ ഉണ്ട്, ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ സിനിമ ലൊക്കേഷൻ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും നമ്മൾ നാളെ ജയിലർ 2 കാണാനായിട്ട് പോകും, അല്ലെങ്കിൽ രജനീകാന്തിനെ കാണാനായിട്ട് പോകും. എനിക്ക് രജനീകാന്തിനെ കാണണം. തലൈവർ അല്ലേ? അല്ലേ? ഋഷി കാണണോ? എന്തിന്? രജനീകാന്തിനെ കാണാനോ? ഋഷി ജയിലർ സിനിമ കണ്ടല്ലേ? പിന്നെ അല്ലാതെ പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാഴ്ചകളായിട്ട് നമുക്ക് നാളെ കണ്ടിട്ട് നമുക്ക് നാളെ തീരുമാനിക്കാം ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത്. എന്തായാലും സീ യു ഗൈസ് ടുമോറോ. ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ്. ബൈ.